ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഹാഷ്മി, പി വി അൻവർ തുറന്ന ജീപ്പിൽ തൃണമൂൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ അതിനെ അകമ്പടി നിന്നുകൊണ്ട് അൻവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി പ്രകടനം തുടങ്ങുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉറപ്പായും ഗോപികൃഷ്ണൻ, നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പി വി അൻവറിനൊപ്പം ഉണ്ടാവുക ഒരു കർഷകൻ, ഒരു മത്സ്യത്തൊഴിലാളി, ഒരു സാധാരണക്കാരൻ എന്നുള്ളതാണ്. 3 പേരാണ്. പ്രതീകാത്മകമായാണ് അങ്ങനെ പി വി അൻവറിനെ പ്രതീകാത്മകമായിട്ടാണ് പി വി അൻവർ ജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട മലയോര കർഷകരെ, പ്രിയപ്പെട്ട വഴിയോര കച്ചവടക്കാരെ, പ്രിയപ്പെട്ട ഈ അങ്ങാടിയിലെ ജീവിതം രണ്ടറ്റം പൊട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഈ അങ്ങാടിയിൽ ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ചുമട്ട് തൊഴിലാളികളെ, പ്രിയപ്പെട്ട പ്രവാസികളെ, ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിന്റെ എല്ലാമായ എന്റെ യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. ഇങ്ങനെ ഒരു വേഷം ഈ തിരഞ്ഞെടുപ്പിൽ കെട്ടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നിങ്ങളെന്നെ തെരഞ്ഞെടുത്തയച്ചത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ 8.5 വർഷം വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. 2016 ഈ മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഈ മണ്ഡലത്തിൽ 1 കിലോമീറ്റർ പോലും BMTC റോഡ് ഉണ്ടായിരുന്നില്ല. ഈ മണ്ഡലം മുഴുവൻ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടനവധി റോഡുകളും വലിയ രീതിയിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തു. മാനവേദൻ ഹൈസ്കൂളിൽ 27 കോടി രൂപ മുടക്കി ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പൊളിഞ്ഞു വീഴാറായിരുന്ന എത്രയോ സ്കൂളുകൾക്ക് നമ്മൾ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഈ നാട്ടിലെ MLA ഫണ്ട് മുഴുവനും ഈ നാട്ടിലെ സാധുക്കൾക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന ആശുപത്രികളിലും സ്കൂളുകളിലും ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആശ്രയം നൽകാനുള്ള ഓട്ടിസം സെന്ററുകളും നമ്മളിവിടെ നിർമ്മിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നാട്ടുകാർ കേട്ടിട്ടില്ലാത്ത CHCയിൽ ആദ്യമായി സർക്കാരിന് ഒരു പൈസ മുടക്കാതെ ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് നമ്മളാണ്. ജനങ്ങളുടെ സഹായത്തോടുകൂടി ഈ നാട്ടിലെ വ്യാപാരി വ്യവസായികളുടെ പ്രവാസികളുടെ സുമനസുകളുടെ സഹായത്തോടുകൂടി 9 മെഷീനുകളുമായി നമ്മൾ ആരംഭിച്ച CHC പിന്നീട് MLA ഫണ്ടിൽ നിന്ന് നൽകിയ 8 മെഷീൻ ഉൾപ്പെടെ ഇന്നവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഒരു തുള്ളി വെള്ളം ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ആദ്യമായിട്ടൊരു ജനറേറ്റർ ഇല്ലാത്ത ജില്ലാ ആശുപത്രിയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി. വേനൽക്കാലത്ത് ഇവിടെ വരുന്ന രോഗികൾക്ക് പുഴയിൽ പോയി കുടവുമായി വന്ന് വെള്ളം കൊണ്ടുവരുന്ന ഗതികേടായിരുന്നു നിലമ്പൂരിനുണ്ടായിരുന്നത്. രാത്രിയിൽ കരണ്ട് പോയാൽ അവിടെ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥക്ക് മാറ്റം വരുത്തിയത് ഈ പി വി അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹോദരനായ ഞാൻ എന്റെ കീശയിൽ നിന്ന് 8.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അന്ന് ജനറേറ്റർ വാങ്ങിക്കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം. ഈ പറയുന്ന CH സെന്ററിൽ ആദ്യമായിട്ട് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ഒരു മെഷീൻ നൽകിക്കൊണ്ടാണ് ഞാൻ മാതൃക കാണിച്ചത്. അതിനുശേഷമുള്ള അനവധി കാര്യങ്ങൾ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലുണ്ടായ പ്രളയം നിങ്ങൾക്കറിയാം. കേരളം എന്ത് ചെയ്യണമെന്നറിയാതെ നിലമ്പൂരിലെ 10,000-ഓളം വീടുകളിൽ വെള്ളം കയറി. ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 10-70 മനുഷ്യജീവനുകൾ ഒരു നിമിഷത്തിനുള്ളിൽ മണ്ണിന്റെ അടിയിലേക്കായി. ഈ നാട് അടച്ചു നിന്ന നേരത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മുഴുവൻ നമ്മൾ തീർത്തു. എല്ലാവർക്കും നമ്മൾ വീട് കൊടുത്തു. എല്ലാവരെയും നമ്മൾ സെറ്റിൽ ചെയ്തു.